നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പാണഞ്ചേരി പഞ്ചായത്തിലെ വിസ്തൃതമായ ചിമ്പൂത്ര നെൽപ്പാടം മണ്ണിട്ട് രണ്ടായി മുറിക്കുന്നു. അധികാരികൾ മൗനത്തിൽ. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്, യാത്രക്കാർ പെരുവഴിയിൽ. ഒല്ലൂർ സെന്റർ വികസനം യാഥാർത്ഥ്യമാകുന്നു. 55.17 കോടി അനുവദിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. വിശദമായ വാർത്തകളിലേക്ക്. പാണഞ്ചേരി പഞ്ചായത്തിലെ വിസ്തൃതമായ ചിമ്പൂത്ര നെൽപ്പാടം മണ്ണിട്ട് രണ്ടായി മുറിക്കുന്നു. അധികാരികൾ മൗനത്തിൽ. പാണഞ്ചേരി പഞ്ചായത്തിലെ ചിമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ദേശീയപാതയിൽ നിന്നും പോകുന്ന വഴിയുടെ പടിഞ്ഞാറുവശം കിഴക്ക് പടിഞ്ഞാറായി വിസ്തൃതമായി കിടക്കുന്ന നെൽവയലിനെ രണ്ടായി വിഭജിക്കുന്ന വിധം തെക്കുപടക്ക് ഏകദേശം 10 അടിയിലധികം ഉയരത്തിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നു. ഇതിനെതിരെ വില്ലേജ് കൃഷി ഓഫീസർമാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി കാണുന്നില്ല. മണ്ണിട്ട് നികത്തുന്ന ഭൂമിയുടെ വിസ്തീർണം എത്രയാണ്, ഉടമയുടെ പേരും വിലാസവും സർവേ നമ്പറും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും ആവശ്യപ്പെട്ടിട്ടും തരുന്നില്ല. 100 കണക്കിന് ഏക്കർ നെൽവയലിന്റെ ഏകദേശം നടുവിലായി ഭൂമി മണ്ണിട്ട് നികത്തിയാൽ കിഴക്ക് പടിഞ്ഞാറായി വെള്ളത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട് കിഴക്കുവശത്ത് വെള്ളാരി മലയിൽ നിന്ന് വരുന്ന വെള്ളം കെട്ടിനിന്ന് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ സീഡ് ഫാം മുങ്ങി നശിക്കും. കൂടാതെ പാണഞ്ചേരി 23-ാം വാർഡിലെ ചാത്തക്കുടം പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറുമെന്നത് മാത്രമല്ല, വാഴ, കപ്പ, പടവലം, പാവൽ തുടങ്ങി നിരവധി കൃഷികൾ വെള്ളം കയറി നശിക്കും. ദേശീയപാതയോട് ചേർന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെള്ളമൊഴുകുന്ന കാനയും മണ്ണിട്ട് മൂടിയതായി കാണുന്നുണ്ട്. മുൻ പഞ്ചായത്ത് മെമ്പർ ഇവിടെ മണ്ണിട്ട് നികത്താൻ അനുവദിച്ചിരുന്നില്ല എന്നും അവകാശപ്പെടുന്നുണ്ട്. പാണഞ്ചേരി പഞ്ചായത്തിലെ 23-ാം വാർഡിനെ ജനജീവിതത്തിനും കൃഷിവകകൾക്കും സർവനാശം വരുത്തുന്ന ഈ പാടം നികത്തൽ നിർത്തിവെക്കുവാൻ നടപടി സ്വീകരിക്കുകയും പാടത്ത് നിക്ഷേപിച്ച മണ്ണ് നീക്കി പൂർവ്വസ്ഥിതിയിലാക്കുവാൻ നടപടി സ്വീകരിക്കുവാൻ ജനങ്ങളുടെ ആവശ്യപ്രകാരം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത്രയും വിസ്തൃതമായ 100 ഏക്കറോളം വരുന്ന പാടത്തിന്റെ നടുവിൽ 1 ഏക്കർ ഭൂമി മാത്രം തരം മാറ്റി നൽകിയെന്ന് വില്ലേജിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞു. ഇങ്ങനെ പാടത്തിന്റെ നടുവിൽ ഭൂമി തരം മാറ്റിയെങ്കിൽ എന്തോ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തി ഉത്തരവ് സമ്പാദിച്ചിരിക്കണം. അല്ലെങ്കിൽ അനർഹമായ ആനുകൂല്യം പറ്റി ഭൂമി തരം മാറ്റി നൽകിയിട്ടുണ്ടാകാമെന്ന് മനസ്സിലാക്കണം. അഥവാ ഇങ്ങനെ പാടം തരം മാറ്റി കിട്ടിയില്ലെങ്കിൽ തന്നെ ജനത്തിന്റെ ജീവനും സ്വത്തിനും സർക്കാർ സ്ഥാപനമായ സീഡ് ഫാമിനും സർവനാശം വരുത്തുന്ന ഈ മണ്ണിടൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉടൻ തടയേണ്ടതല്ലേ? പാടത്ത് നിക്ഷേപിച്ച മണ്ണ് നീക്കം ചെയ്തു ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് മുൻ പഞ്ചായത്ത് മെമ്പർ അടക്കം 100 കണക്കിന് പരിസരവാസികൾ ആവശ്യപ്പെടുന്നു. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ തിരിതെളിയിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ OR ഷീല മോഹൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ K അജിത് കുമാർ, ജനറൽ കൺവീനർ GP ശ്രേയസ്, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി MN ബെർജിലാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നിവിടെ ഈ സന്തോഷകരമായ വേളയിൽ നടത്തപ്പെടുന്നത് ആദ്യമായി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടും സമ്മതത്തോടും കൂടി വടക്കാഞ്ചേരി ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ആദ്യമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ കുട്ടികളാരും ഇല്ല ഇവിടെ. കുട്ടികളെല്ലാം മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞു. പിന്നെ രക്ഷകർത്താക്കളോടാണ് സംസാരിക്കേണ്ടത്. ആദ്യമായിട്ട് രക്ഷകർത്താക്കളോട് പറയാനുള്ളത്
രക്ഷകർത്താക്കൾ മത്സരത്തിൽ പങ്കാളികളാകരുത്. രക്ഷകർത്താക്കൾ പങ്കാളികളാകുമ്പോഴാണ് വേറെ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ കലോത്സവം കുട്ടികളുടേതായിട്ട് നടന്നു പോകട്ടെ. അവിടെ ജയിക്കുകയും തോൽക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യട്ടെ. അത് അവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും കുഴപ്പങ്ങളുണ്ടാകാതെ കലോത്സവങ്ങൾ, കായികോത്സവങ്ങൾ എല്ലാം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. കലോത്സവങ്ങൾ അല്ലെങ്കിൽ മത്സരങ്ങൾ എല്ലാം നമുക്ക് അനിവാര്യമാണ്, ആവശ്യമാണ്. പലപ്പോഴും മത്സരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വാശിയും ഉണ്ടാകും. ആ വാശി അത്യാവശ്യമാണ്, അനിവാര്യമാണ്. പക്ഷേ ആ വാശി വൈരാഗ്യത്തിലേക്ക് പോകുമ്പോഴാണ് കലോത്സവങ്ങൾ തകരാറിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ കായികോത്സവങ്ങൾ തകരാറിലേക്ക് പോകുന്നത്. വാശി വൈരാഗ്യമായിട്ട് മാറി. അപ്പം നമ്മുടെ കലോത്സവങ്ങൾ ഒരു കാരണവശാലും അല്ലെങ്കിൽ കായികോത്സവങ്ങൾ ഒരു കാരണവശാലും ആവേശകരമാകാം, വാശിയുണ്ടാകാം. പക്ഷേ അത് നമ്മുടെ നാടിന് കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള വൈരാഗ്യമായിട്ട് മാറാൻ കഴിയാതെ ശ്രദ്ധിക്കേണ്ടത്. ഓരോ സ്കൂളുകളും ഇതിൽ മത്സരപ്പെടെ പറഞ്ഞല്ലോ, MLA പറഞ്ഞു, 90ഓളം സ്കൂളുകളാണ് വ്യത്യസ്ത കലാ പരിപാടിയിൽ പങ്കെടുക്കുകയും മത്സരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാ സ്കൂളുകൾക്കും സമ്മാനം കിട്ടണം, അല്ലെങ്കിൽ മത്സരിക്കുന്ന എല്ലാവർക്കും സമ്മാനം കിട്ടണം എന്ന് തന്നെയായിരിക്കും ആഗ്രഹം. അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് വൈരാഗ്യം വരുന്നത്. ആ വൈരാഗ്യം വരുമ്പോഴാണ് പലപ്പോഴും സ്റ്റേജുകൾ വെച്ച് തന്നെ കുഴപ്പമുണ്ടാക്കുന്ന അവസ്ഥ പലപ്പോഴും കാണുന്നത്. തൃശൂർ നഗരത്തിൽ അപ്രായോഗിക ഗതാഗത പരിഷ്കരണം. തൃശൂർ, കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട റൂട്ടുകളിലൂടെ ഓടുന്ന എല്ലാ ബസ്സുകളും ട്രിപ്പുകൾ നിർത്തി അപ്രതീക്ഷിതമായ പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. പോലീസ് നിർദ്ദേശം നൽകിയ പരിഷ്കരണമാണ് ബസ് ജീവനക്കാരെ പ്രകോപിതരാക്കിയത്. തൃശൂർ ശക്തനിൽ നിന്നും ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ശക്തൻ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ശേഷം മാതൃഭൂമി സർക്കിൾ ചുറ്റി മനോരമ ജംഗ്ഷനിലൂടെ തിരിഞ്ഞ് കുരിയച്ചെറിയിലെത്തി ചിയ്യാരം വഴി കൂർക്കഞ്ചേരിയിലേക്ക് എത്തണം എന്നാണ് പോലീസ് രാവിലെ നിർദ്ദേശം നൽകിയത്. ഈ പരിഷ്കരണമാണ് ബസ് ജീവനക്കാരെ പ്രകോപിതരാക്കിയത്. ഇത്രയും ചുറ്റുന്നത് അപ്രായോഗികമാണെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ശക്തൻ ബസ് സ്റ്റാൻഡിലെ നവീകരണ നിർമ്മാണം മൂലം പരിമിതമായ സ്ഥലത്ത് നിർത്തിയാണ് കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നത്. ശക്തൻ സ്ക്വയറിൽ നിന്നും കണ്ണംകുളങ്ങര വഴി ചിയ്യാരത്തെത്തി കൂർക്കഞ്ചേരിയിലെത്തുകയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതലാണ് പോലീസ് ഇത് മാറ്റി പുതിയ പരിഷ്കരണം നടപ്പിലാക്കിയത്. സമയത്തിനെത്താൻ ആകുന്നില്ല എന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി. ഉച്ചയ്ക്ക് 12-ന് പോലീസ് നടപ്പിലാക്കിയ പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ ബസ്സുകൾ ട്രിപ്പുകൾ മുടക്കി സ്റ്റാൻഡിൻ പരിസരത്ത് ബസ്സുകൾ പാർക്ക് ചെയ്ത് നിർത്തി അപ്രതീക്ഷിത പണിമുടക്കിൽ ജനങ്ങളും വലഞ്ഞു. പോലീസ് എത്തി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ബസ് കിട്ടാതെ ജനങ്ങളും ഏറെ നേരം സ്റ്റാൻഡിൽ നിലയുറപ്പിച്ചു. പലരും മറ്റു പല മാർഗങ്ങളും തേടിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട, തൃപ്രയാർ, കാട്ടൂർ എന്നീ ബസ്സുകളെല്ലാം ശക്തൻ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് കടന്ന് ശക്തൻ തമ്പുരാന്റെ പ്രതിമയുടെ അടുത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ആകാശപാതയുടെ അടിയിൽ കൂടെ വളഞ്ഞ് കുറുക്കഞ്ചേരിക്ക് പോകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഞങ്ങൾക്ക് നിലവിൽ തൃശ്ശൂരിൽ നിന്നും കുറുക്കഞ്ചേരിയിലേക്ക് 6 മിനിറ്റാണ് റണ്ണിങ് ടൈം. ഈ 6 മിനിറ്റ് കൊണ്ട് ശക്തൻ തമ്പുരാന്റെ പ്രതിമയുടെ അവിടേക്ക് എത്താൻ ഞങ്ങളുടെ ബസ്സുകൾക്ക് സാധിക്കുന്നില്ല. സമയത്തിന് സർവീസ് നടത്തുവാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ സമരമല്ലത്, ഞങ്ങൾക്ക് സർവീസ് നടത്താൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ സർവീസ് നിർത്തിവെച്ചതാണ്. ഞങ്ങൾ തൊഴിലാളികൾ, അല്ലാണ്ട് ഇത് സമരമല്ല. ഞങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി അറിയാം. ശക്തൻ തമ്പുരാൻ നിൽക്കുന്നുണ്ട്. ഇത് നിർദ്ദേശിച്ചത് പോലീസാണ് തടഞ്ഞ് തിരിച്ചുവിട്ടത്. പോലീസായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങൾ. പോലീസ് പറഞ്ഞു നിങ്ങൾ കളക്ടർക്കോ മേയർക്കോ പരാതി കൊടുത്ത് അതിനൊരു പരിഹാരം കാണണം. ഞങ്ങൾക്കതിലൊന്നും ചെയ്യാനില്ല. ഇത്ര നേരമായിട്ടും ഒരു ട്രാഫിക് പോലീസോ ഒരു ട്രാഫിക് SIയോ പോലും ഇവിടെ വന്ന് ഞങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. തൊഴിലാളികൾ പണിമുടക്കല്ല. ഞങ്ങൾക്ക് സർവീസ് നടത്താൻ പറ്റില്ല. വണ്ടി ഓടിക്കാൻ പറ്റുന്നത് ഇപ്പൊ തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ പോണ എല്ലാ വണ്ടികളും നിന്നു. ഇരിയാലക്കുട പോണ തൃപ്രയാറ്, കാട്ടൂർ വണ്ടികളൊക്കെ നിന്നു. അതായത് 1/4 മണിക്കൂറിന്റെ മുകളില് ഈ ആൾക്കാരും കയറ്റിട്ട് ഈ ശക്തൻ സ്റ്റാൻഡിന്റെ ഉള്ളിൽ കൂടെ റൗണ്ട് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് വിട്ട വേറെ വഴി കൂടെ പോകാനില്ല. കൊക്കാല വഴി പോയെങ്കിൽ അവിടെ പൊളിച്ചിട്ടേക്കാണ്.
പിന്നെ അവിടുന്ന് മുതൽ ഈ റൗണ്ട് അബൌട്ട് ജാമായി നിൽക്കാണ്. എന്നിട്ട് വീണ്ടും പോലീസുകാർ അങ്ങോട്ടാ വിടുന്നത്. എവിടേക്കാ പോണേ? ശക്തൻ രാജാവിന്റെ ഇവിടുന്ന് ഇരിങ്ങാലക്കുട ചെന്നപ്പോ തന്നെ തിരിച്ചു പോകേണ്ട വണ്ടികളുണ്ട്. ഈ സ്റ്റാൻഡ് ആദ്യമായിട്ട് പൊളിച്ചതല്ല, ഇതിനേക്കാൾ മുന്നേ അപ്പുറത്ത് പൊളിച്ചു. ഈ കംപ്ലീറ്റ് വണ്ടികൾ ഇപ്പുറത്തായിരുന്നു. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അവർ ഇവിടുന്ന് പോയി. ഇതേ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ സൈഡിലേക്ക് തരാൻ പറ്റില്ലേ? ഈ ഇരിങ്ങാലക്കുട പ്രേരം കൂടും എല്ലാ വണ്ടികൾക്കും അവിടെ നിന്ന് തന്നൂടെ? ഇതിപ്പോ ഞങ്ങൾ എവിടെ കൊണ്ടിട്ടാൽ ആൾക്കാർ ഇവിടെ കേറുന്നില്ല. പിന്നെ ഈ തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങൾക്കായി ഫ്രണ്ട്സ് ഓഫ് സൂ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ. തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയും കൂടുതൽ പക്ഷിമൃഗാദികളെ കൊണ്ടുവരികയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ അടിയന്തരമായി ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ അവ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും. 2. മൃഗപാലകരുടെ എണ്ണം വർദ്ധിപ്പിക്കണം. പക്ഷിമൃഗാദികളെ പുത്തൂരിലേക്ക് കൊണ്ടുവരുമ്പോൾ ചുരുങ്ങിയത് 50 മൃഗപാലകർ എങ്കിലും ആവശ്യമാണ്. ഇപ്പോൾ 15 മൃഗപാലകരാണ് ഉള്ളത്. 40 പേരെങ്കിലും അടിയന്തരമായി തിരഞ്ഞെടുത്ത് അവർക്ക് മറ്റ് മൃഗശാലകളിലും ഇവിടെയുമായി പരിശീലനം നൽകേണ്ടതുണ്ട്. 3. മൃഗപാലകർക്ക് ചുമതല നൽകുമ്പോൾ ചുരുങ്ങിയത് 2 പേരെങ്കിലുമുള്ള ഗ്രൂപ്പുകളായി തിരിച്ച് ചുമതല നൽകണം. രാത്രികാലങ്ങളിൽ ഒരു കാരണവശാലും ഒരാൾക്ക് മാത്രമായി എവിടെയും ചുമതല നൽകരുത്. 4. ജോലി ചെയ്യുന്ന പ്രദേശത്ത് കുടിവെള്ളം, ശുചിമുറി സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം. രാത്രികാല യാത്രാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണം. 5. മൃഗപരിപാലന പരിശീലന വേളയിൽ അമിത ജോലിഭാരം ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. അത്യാവശ്യം ജീവിതായോധനത്തിനുള്ള അനിവാര്യമായ പ്രോത്സാഹന ധനം നൽകണം. 6. മൃഗപാലക പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആവശ്യമായ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തണം. 7. പാർക്കിന്റെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം CCTV നിരീക്ഷണ സംവിധാനവും ആവശ്യമായ വെളിച്ചവും ഉറപ്പുവരുത്തണം. 8. തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂരിലേക്ക് പക്ഷിമൃഗാദികളെ കൊണ്ടുവരുമ്പോൾ പ്രസ്തുത ജീവിക്ക് ആവശ്യമായ വിധത്തിൽ സ്ഥലവും സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഇരു സ്ഥാപനങ്ങളിലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തി സാക്ഷ്യപത്രം നൽകണം. 9. ജീവികളെ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ഈ ഘട്ടത്തിൽ അവയുടെ മനോനില, സ്വഭാവം, ഭക്ഷണകാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച് മൃഗശാലകളിൽ മുൻകാല പ്രവർത്തന പരിചയവും ആവശ്യമായ യോഗ്യതയുമുള്ള വ്യക്തികൾ ക്യൂറേറ്റർ, അസിസ്റ്റന്റ് ക്യൂറേറ്റർ തസ്തികകളിൽ ഉണ്ടായിരിക്കണം. മറ്റേതെങ്കിലും തസ്തികയിലുള്ളവർക്ക് അധിക ചുമതല നൽകിയതുകൊണ്ട് കാര്യമില്ല. 10. ജീവികളുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയമായ നിരീക്ഷണം നടത്തി നിർദ്ദേശങ്ങൾ നൽകുവാൻ പ്രാപ്തനായ യോഗ്യതയും അനുഭവ പരിചയവുമുള്ള ഒരു ജീവശാസ്ത്രജ്ഞനെ നിയോഗിക്കണം. 11. മൃഗശാല വിദ്യാഭ്യാസത്തിനും ഗവേഷണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുവാൻ മൃഗശാല എഡ്യൂക്കേഷൻ ഓഫീസറെ നിയമിക്കണം. 12. സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് എല്ലാവിധത്തിലുമുള്ള സുരക്ഷ ഉറപ്പുവരുത്തണം. 13. സുവോളജിക്കൽ പാർക്കിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകേണ്ടുന്ന ഡയറക്ടർ പദവിയിൽ മുഴുവൻ സമയ ഉദ്യോഗസ്ഥനെ നിയോഗിക്കണം. 14. സുവോളജിക്കൽ പാർക്കിൽ ഇതുവരെ തയ്യാറാക്കിയിരിക്കുന്ന ആവാസ പഠന സൗകര്യങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ, ഫോട്ടോകൾ എന്നിവ പാർക്കിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ഓസ്ട്രേലിയൻ സൂ ഡിസൈനർ ജോൺ കോവിനെ അയച്ചുകൊടുത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായണം. 15. സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് സാമ്പത്തികമോ സാങ്കേതികമോ ആയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ ജനകീയവും സൗഹൃദപരവുമായ പ്രവർത്തനങ്ങൾക്ക് ഫ്രണ്ട്സ് ഓഫ് സൂ ഒപ്പമുണ്ടാകും. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ നവംബർ 21 ഹയാത്ത് റീജൻസിയിൽ ESG സമഗ്ര ഉച്ചകോടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനും രജിസ്റ്റർ ചെയ്യുവാൻ 9895760505 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. വാർത്താസമ്മേളനത്തിൽ TR അനന്തരാമൻ, സിജോ പോനോർ, C പത്മകുമാർ, അജിത് കൈമൾ, ജാക്സൺ ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും
ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പുത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSൽ വനിതകൾക്കായി സൗജന്യ ഫാഷൻ ഡിസൈനിംഗ് കോഴ്സ് ആരംഭിച്ചു. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പുത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSൽ ആരംഭിച്ച അഡ്വാൻസ്ഡ് ഫാഷൻ ഡിസൈനിംഗ് കോഴ്സിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സതി പുഷ്പാങ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ജിഷ നളാനന്ദൻ, ഉപജീവനം ഉപസമിതി കൺവീനർ ആദ്ര കണ്ണൻ, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ചിത്ര MA, ട്രെയിനർ സെലീന, കുടുംബശ്രീ അക്കൗണ്ട് ശ്രീദേവി M, ശ്യാമ സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. CDS മെമ്പർമാർ, പരിശീലനാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. 20 ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും അതിലൂടെ വരുമാനം ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്വാഗതത്തിലൊക്കെ പറയണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് നിങ്ങൾക്ക് 20 ദിവസത്തെ കോഴ്സ് നമ്മുടെ കുടുംബശ്രീ മുഖേന നൽകുകയാണ്. നമുക്കറിയാം, കുടുംബശ്രീ പ്രാബല്യത്തിൽ വന്നിട്ട് 25 വർഷത്തിലേറെയായി. എല്ലാവരും കുടുംബശ്രീ അംഗങ്ങളാണെന്ന് വിചാരിക്കും. സ്ത്രീ സമൂഹത്തെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1995 തുടങ്ങിയതാണ് കുടുംബശ്രീ. അതിൻ്റെ വിവിധ ഭാഗങ്ങൾ, സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും നമ്മുടെ കുടുംബശ്രീയിലെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്വന്തമായിട്ട് ഹോട്ടൽ നടത്താനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് തൊഴിൽ മേഖലകളിലായാലും വ്യവസായ സംരംഭങ്ങളിലായാലും ഒക്കെ സ്ത്രീകൾ ഇന്ന് വളരെയധികം മുന്നേറി കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫാഷൻ ഡിസൈനിനോട് പറയേണ്ടായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വർദ്ധിച്ച കാലത്ത് നമുക്കറിയാം ഓൺലൈനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഭാരിച്ചൊരു ഫീസാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് തികച്ചും സൗജന്യമായിട്ട് 20 ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും ദിവസങ്ങൾ വന്ന് ആ കോഴ്സ് കഴിയുന്ന സമയം വരെ ഇവിടെ ഇരുന്ന് അതിൽ നിങ്ങൾക്ക് എത്തി നിങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം ലഭിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ശിവരഞ്ജിനി ബാലാജി കലാഭവൻ ഡാൻസ് തിയേറ്റർ സ്കൂൾ വാർഷികാഘോഷത്തിന് ജാനകീയം അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22 വർഷമായി കുറ്റുമുക്ക് കേന്ദ്രമാക്കി പ്രവർത്തിച്ചുവരുന്ന ശിവരഞ്ജിനി ബാലാജി ഡാൻസ് തിയേറ്റർ സ്കൂളിന്റെ വാർഷികാഘോഷം തൃശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ച് നവംബർ 23 ശനിയാഴ്ച വൈകിട്ട് 5:30 വിപുലമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്നേ ദിവസം നൃത്തവിദ്യാലയത്തിന്റെ ഏറ്റവും പുതിയ ഡാൻസ് തിയേറ്റർ കൊറിയോഗ്രാഫി ജാനകീയം അരങ്ങേറുന്നു. രാമായണത്തിന്റെ പുതിയ വായനയാണ് ജാനകീയം. വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഹിഡുംബിയും ജാനകിയും 2 കാലങ്ങളിൽ ഒരേ ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ജാനകീയം ആരംഭിക്കുന്നത്. തുടർന്ന് സീതയുടെ കണ്ണിലൂടെ കടന്നുപോകുന്ന കഥാപാത്രങ്ങളിലൂടെ ജാനകീയം പുരോഗമിക്കുന്നു. യാഥാർത്ഥ്യങ്ങളും സങ്കല്പങ്ങളും ഇടകലർന്നു വരുന്ന
കഥാഗതികളിൽ ഒരിടത്ത് വെച്ച് സീത അവളെ തന്നെ കണ്ടുമുട്ടുന്നു. സീതയെ ഏറ്റെടുത്ത മണ്ണ് തന്നെയാണ് ആദികവിയെയും സൃഷ്ടിച്ചതെന്ന് ജാനകിയം പറയുന്നു. അരങ്ങിലും അണിയറയിലുമായി 120-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ രചനയും സംഗീതവും സംവിധാനവും മിഥുൻ മലയാളം നിർവഹിക്കുന്നു. 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന ജാനകീയത്തിന്റെ നൃത്ത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശിവരഞ്ജിനി ബാലാജി കലാഭവന്റെ ഡയറക്ടർ കൂടിയായ RLV കവിതയാണ്. വാർഷികാഘോഷത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ചലച്ചിത്ര സംഗീത സംവിധായകൻ ശ്രീ മണികണ്ഠൻ അയ്യപ്പ നിർവഹിക്കുന്നു. പ്രവേശനം സൗജന്യമാണ്. വാർത്താ സമ്മേളനത്തിൽ കവിത, മിഥുൻ മലയാളം, ഹിമ സച്ചിദാനന്ദൻ, കെ സന്ധ്യ, സൽമ വിജയ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒല്ലൂരിന്റെ ദീർഘനാളത്തെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ഒല്ലൂർ സെന്റർ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിനായി 55.17 കോടി രൂപ അനുവദിച്ചതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. തൃശൂർ മുതൽ പാലിയേക്കര ദേശീയപാത വരെയുള്ള സംസ്ഥാന പാതയിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഒല്ലൂർ സെന്റർ. കേരളത്തിലെ തന്നെ പ്രഗത്ഭമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ ഒല്ലൂർ മാലാഖയുടെ പള്ളിയും ഏവുപ്രാസിമ തീർത്ഥാടന കേന്ദ്രവും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഒല്ലൂർ സെന്റർ. തൃശൂരിലേക്കുള്ള പ്രധാന പാതയിലായതിനാൽ തന്നെ കൂടുതൽ വാഹനങ്ങളും ഒല്ലൂർ സെന്ററിലൂടെ കടന്നുപോകുന്നുണ്ട്. മാത്രമല്ല ഒരു പ്രധാന വാണിജ്യ വ്യവസായ കേന്ദ്രം കൂടിയാണ് ഒല്ലൂർ. എന്നാൽ ഇടുങ്ങിയ റോഡ് മൂലം ദിനംപ്രതി ഗതാഗത കുരുക്കുണ്ടാകുന്നത് പതിവാണ്. അത് പരിഹരിക്കുവാൻ ഏക വഴി ഒല്ലൂർ സെന്റർ വികസിപ്പിക്കുക എന്നതാണ്. സ്ഥലം MLAയും റവന്യൂ വകുപ്പ് മന്ത്രിയുമായ കെ രാജന്റെ ദീർഘനാളത്തെ ഇടപെടലിന്റെ ഫലമായാണ് ഒല്ലൂർ സെന്റർ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുവാൻ ഇന്നലെ ചേർന്ന കിഫ്ബി ബോർഡ് യോഗം 55.17 കോടി രൂപ അനുവദിച്ചത്. കൂടാതെ മുൻ ബജറ്റിൽ ഇതേ ആവശ്യത്തിനായി 5 കോടി രൂപ അനുവദിച്ചിരുന്നു. ആ തുക കൂടി ഇതോടൊപ്പം ഉപയോഗിക്കും. കേരള സർക്കാർ 2022-23 ബജറ്റിൽ ഉയർന്ന ഗതാഗത തിരക്ക് നേരിടുന്ന 20 ജംഗ്ഷനുകളുടെ വികസനത്തിനായി തുക അനുവദിക്കുകയുണ്ടായി. ഇതിൽ മുൻഗണനാ പട്ടികയിലുള്ള പ്രവൃത്തിയാണ് ഒല്ലൂർ ജംഗ്ഷൻ വികസനം. ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിനായി നാറ്റ്പാക് ഒരു പഠനം നടത്തി ഒരു നിർദ്ദേശം മുൻപ് സമർപ്പിച്ചിരുന്നു. അതുപ്രകാരം തൃശൂർ ഭാഗം, തലോർ ഭാഗം, നടത്തറ ഭാഗം, ചേർപ്പ് ഭാഗം, എടക്കുന്നി ദേവീക്ഷേത്ര ഭാഗം എന്നിങ്ങനെ 5 റോഡുകളിലൂടെയുള്ള വികസനമാണ് പ്രസ്തുത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രസ്തുത പ്രവൃത്തിക്കായി ഏകദേശം 60 ഏക്കർ സ്ഥലം ഏറ്റെടുക്കേണ്ടതായുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നടത്തറ പഞ്ചായത്ത് കേരളോത്സവം 2024 ഭാഗമായി സംഘാടക സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, പഞ്ചായത്ത് സെക്രട്ടറി K പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ യുവജനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച് വിവിധ സ്ഥലങ്ങളിലായി നവംബർ 26 മുതൽ ഡിസംബർ 1 വരെയാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി നവംബർ 23-ാം തീയതി വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. പുതുക്കാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന വർഗീസ് എന്നയാളുടെ ശാന്തി കാറ്ററിംഗിനെതിരെ പുതുക്കാട് ന്യൂസ് എന്ന ചാനൽ വ്യാജ വാർത്ത നൽകി സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത സ്ഥിതിയിലാക്കിയതായി ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തരം വ്യാജ വാർത്തകൾ നൽകുന്ന പത്രമാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് നൽകുമെന്നും വാർത്താ സമ്മേളനത്തിൽ ബാലകൃഷ്ണൻ, GJ മത്തായി, MV വർഗീസ്, PM ഷമീർ തുടങ്ങിയവർ അറിയിച്ചു. ഓരോക്കോട് ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഗണേശ പൂരാണത്ര യാഹ യജ്ഞം ഭക്തിസാന്ദ്രമായി. ചടങ്ങിനോടനുബന്ധിച്ച് രക്മിണി ഘോഷയാത്രയും നടന്നു. പ്രസിഡന്റ് TK മോഹനൻ, സെക്രട്ടറി VM മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശിവന്റെ മകനായിട്ട് ജനിച്ച് ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഭക്തരെ സ്വീകരിക്കുന്നതായിട്ടുള്ള ആ മയൂരേശ വിവാഹമാണ് ഇനി നടക്കാൻ പോകുന്നത്. അത് ക്രീഡാഖണ്ഡത്തിലെ 125-ാമത്തെ അധ്യായമാണ്. ഉള്ള കാര്യം പറയട്ടെ, ഇത്രയും മഹൽ ഗ്രന്ഥം 3 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ പാരായണം ചെയ്ത് തീർക്കാൻ സാധിക്കില്ല. 12,000 ശ്ലോകമാണ് ഇതുള്ളത്. അതുകൊണ്ട് നമ്മളിത് യജ്ഞമായിട്ടല്ല നടത്തുന്നത്. യജ്ഞം വരുമ്പോൾ അതിന്റെ നിയമങ്ങളൊക്കെ വേറെയാണ്. ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ
9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. സാന്ത്വനം പാലിയേറ്റീവ് അവാർഡ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലിയേറ്റീവ് സേവന മേഖലയിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന രജിസ്ട്രേഡ് പാലിയേറ്റീവ് കേന്ദ്രങ്ങളിൽ സേവനനിരതരായ ഡോക്ടർ, നഴ്സ്, വോളണ്ടിയർ എന്നിവരെയാണ് സാന്ത്വനം പാലിയേറ്റീവ് അവാർഡിനെ പരിഗണിക്കുന്നത്. ഡോക്ടർ, പാലിയേറ്റീവ് രംഗത്ത് നിരന്തരമായ സുത്യർഹ സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന മെഡിക്കൽ വിദഗ്ധർ, നഴ്സ്, അനുകമ്പയോടെ ആർദ്രതയോടെ പാലിയേറ്റീവ് രംഗത്ത് മുഴുസമയ പ്രവർത്തകരും യോഗ്യരുമായ നഴ്സ്, വോളണ്ടിയർ, പാലിയേറ്റീവ് മേഖലയിൽ മാതൃകാപരമായി നിസ്വാർത്ഥ സേവനങ്ങൾ നൽകുന്ന മെഡിക്കൽ വിദഗ്ധരല്ലാത്ത പ്രവർത്തകർ. പ്രശസ്തി പത്രവും ഫലകവും 10,000 രൂപയും അടങ്ങുന്നതാണ് അവാർഡ്. ഡിസംബർ മാസം 10-ാം തീയതിക്ക് മുമ്പ് നാമനിർദ്ദേശം സമർപ്പിക്കണം. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആളുടെ പേര്, പൂർണ്ണവിലാസം, ഇമെയിൽ, ഫോൺ നമ്പർ, പ്രവർത്തിക്കുന്ന സ്ഥാപനം, സാമൂഹ്യ മാധ്യമങ്ങളിലെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങളും കൂടാതെ അർഹത നൽകുന്ന മാതൃകാ സേവനങ്ങളുടെ ലഘുവിവരണങ്ങളും നാമനിർദ്ദേശത്തോടൊപ്പം സമർപ്പിക്കണം. ഓരോ വർഷവും പാലിയേറ്റീവ് ദിനമായി ആചരിക്കപ്പെടുന്ന ജനുവരി 15-ന് അവാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേദിയിൽ വെച്ച് അവാർഡ് നൽകും. മാടക്കത്തറ സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ യൗസേപിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഇഗ്നേഷ്യസ് നന്ദിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിയോ ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം, തിരുശേഷിപ്പിന്റെ ആശീർവാദം, തുടർന്ന് വർണ്ണമഴ എന്നിവ ഉണ്ടായി. 18-ന് തിങ്കളാഴ്ച മരിച്ചവർക്ക് വിശുദ്ധ കുർബാന, ഒപ്പീസ് എന്നിവ ഉണ്ടാകും. വൈകിട്ട് പാലാ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേള.
BSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം 24 നവംബർ 2024 രാവിലെ 9:30 മുതുവറ CN ബാലകൃഷ്ണൻ സപ്തതി സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസ്തുത യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീ M. രാധാകൃഷ്ണൻ മേനോൻ അധ്യക്ഷത വഹിക്കുന്നതായിരിക്കും. കേരള സംസ്ഥാന ബഹുമാന്യ റവന്യൂ മന്ത്രി K. രാജൻ അവറുകൾ ഉദ്ഘാടനം നിർവഹിക്കും. ബഹുമാന്യ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS, 159 BNBSF കയ്യന്നൂർ ക്യാമ്പ് റിയർ OC ശ്രീ വിശാൽ സിംഗ് പട്ടേൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ MK രവി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ ഗിരിവാസൻ, തൃശൂർ ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പാരാമിലിറ്ററി സേനയാണ് BSF. ഇന്ത്യൻ ആർമിയോട് തോളോട് തോൾ ചേർന്ന് ഇൻഡോ ബംഗ്ലാദേശ് അതിർത്തികളിൽ ഫസ്റ്റ് ലൈൻ ഡിഫൻസ് തീർക്കുന്നു. ഏകദേശം 400ഓളം വരുന്ന BSF റിട്ടയേഴ്സ് തൃശൂർ ജില്ലയിലുണ്ട്. ജീവൻ പര്യന്ത കർത്തവ്യം എന്ന ലോഗോയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും വേണ്ട വിധത്തിലുള്ള പരിഗണന ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ ഞങ്ങൾ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. തൃശൂരിൽ CGHS വെൽനസ് സെന്റർ കൊണ്ടുവരുവാൻ വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ട്. എംപാനൽ ചെയ്ത 2-3 ആശുപത്രികളെങ്കിലും അനുവദിക്കണമെന്നും ഞങ്ങളുടെ ആവശ്യം കേന്ദ്ര സർക്കാർ ഒരുവിധത്തിലും അനുകൂലമായ സമീപനം കൈക്കൊണ്ടിട്ടില്ല. സർവീസിൽ ഇരിക്കുന്നവർക്ക് ഏക ആശ്രയമായ ആയുഷ്മാൻ ഭാരത് പദ്ധതി തൃശൂരിൽ ഒരു ആശുപത്രിയും ഒരുക്കിയിട്ടില്ല. 24 നടക്കുന്ന യോഗത്തിൽ പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടക്കുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 90303560. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ശ്രീ M. രാധാകൃഷ്ണൻ മേനോൻ, ജില്ലാ സെക്രട്ടറി നന്ദൻ ഏറെടുത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ പോൾ CA തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂരിൽ കഴിഞ്ഞ 2 ദിവസമായി നടന്നുവരുന്ന റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവവും വൊക്കേഷണൽ എക്സ്പോയും സമാപിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ല 1213 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. തൃശൂർ ഈസ്റ്റ് ഉപജില്ല 1202 പോയിന്റോടെ 2ാം സ്ഥാനവും 1259 പോയിന്റോടെ ചാലക്കുടി ഉപജില്ല 3ാം സ്ഥാനവും നേടി. സ്കൂൾ തലത്തിൽ 377 പോയിന്റോടെ HSS പനങ്കാട് ഓവറോൾ ചാമ്പ്യന്മാരായി. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ CGSSS 302 പോയിന്റോടെ 2ാം സ്ഥാനവും 254 പോയിന്റോടെ ചാലക്കുടി സേക്രഡ് ഹാർട്ട് CGHS 3ാം സ്ഥാനവും നേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാണഞ്ചേരി പഞ്ചായത്തിലെ വിസ്തൃതമായ ചിമ്പൂത്ര നെൽപ്പാടം മണ്ണിട്ട് 2ആയി മുറിക്കുന്നു. അധികാരികൾ മൗനത്തിൽ. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം ആലത്തൂർ MP K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്, യാത്രക്കാർ പെരുവഴിയിൽ. ഒല്ലൂർ സെന്റർ വികസനം യാഥാർത്ഥ്യമാകുന്നു. 55.17 കോടി അനുവദിച്ചതായി റവന്യൂ മന്ത്രി K. രാജൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.